ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് RRB JE CBT 2-ന് വേണ്ടിയിട്ടുള്ള DC മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the current drawn by a 220 volt DC motor of armature resistance 1.5 ohm and back EMF 190 volt is. എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഡി സി മോട്ടറിൻ്റെ. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ohm ആണ്. ബാക്ക് EMF എന്ന് പറയുന്നത് 190 volt ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുക? കറണ്ട് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? എന്താ ഫോർമുല? വി ഈക്വൽ ടു എന്താ ഫോർമുല? EB പ്ലസ് IA RA ആണ്. അറിയാലോ, കറണ്ട് എന്താണ്? വി ഈക്വൽ ടു എന്താണ്? വോൾട്ടേജ് വി ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്താ പഠിച്ചിട്ടുള്ളത്? വി ഈക്വൽ ടു EB പ്ലസ് IA RA ആണ് അല്ലേ. വി ഈക്വൽ ടു ബാക്ക് EMF EB പ്ലസ് IA RA ആണ്. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇതിൽ ബാക്ക് EMF തന്നിട്ടുണ്ട്, 190 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. IA തന്നിട്ടുണ്ട്, IA കണ്ടുപിടിക്കണം. RA തന്നിട്ടുണ്ട്, എത്രയാണ്? 1.5 ohm ആണ്. പിന്നെന്താ ഉള്ളത്? വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ, 220 വോൾട്ട്. സോ IA ഈക്വൽ ടു എന്താണ്? V മൈനസ് EB മൈനസ് എന്താണ്? RA ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 220 മൈനസ് 190 ഡിവൈഡഡ് ബൈ 1.5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 amps എന്ന് കിട്ടും നമുക്ക് ആൻസർ. എത്രയാണ്? 20 amps എന്ന് കിട്ടും. വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പറയേണ്ട, എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് നന്നായി നോക്കി പോവുക. ചെറിയ പ്രോബ്ലംസിലാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. Question number 2, the speed of a DC motor is directly proportional to. ഒരു DC മോട്ടറിൻ്റെ സ്പീഡ് എന്തിനാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയില്ലേ? എന്താണ്? സ്പീഡ് ഈക്വൽ ടു EB/5 ആണ് അല്ലേ. സ്പീഡ് ഈക്വൽ ടു എന്താണ്? EB/5 ആണ്. EB ബാക്ക് EMF V മൈനസ് IA RA ഡിവൈഡഡ് ബൈ 5. അപ്പോൾ സ്പീഡ് എന്തിനൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ എന്താണ്? ബാക്ക് EMFന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, IA RAയ്ക്കൊക്കെ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്? ഫ്ലക്സിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഡി സി മോട്ടറിൻ്റെ സ്പീഡ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ബാക്ക് EMFന്. സോ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കിയേ. ഫ്ലക്സ് പെർ പോൾ, സ്പീഡ് ഓഫ് മോട്ടർ, ബാക്ക് EMF, നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്കിതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ബാക്ക് EMF ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാണ്? ബാക്ക് EMF. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Question number 3, which of the following motor is preferred for driving compressors, variable head centrifugal pumps, rotary press, സർക്കുലർ സോഴ്സ് ആൻഡ് എലിവേറ്റേഴ്സ്? എന്താണ്? എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അപ്ലിക്കേഷൻ ലെവലാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഡി സി മോട്ടോഴ്സ് പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി സി മോട്ടോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി സി മോട്ടോഴ്സിൻ്റെ, അതായത് സീരീസ് മോട്ടോർ, ഷണ്ട് മോട്ടോർ, കോമ്പൗണ്ട് മോട്ടോർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എവിടെയാണ് അപ്ലിക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. കാരണം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? ഡ്രൈവിംഗ് കംപ്രസേഴ്സ്, വേരിയബിൾ ഹെഡ് സെൻട്രിഫ്യൂഗൽ മോട്ടോർ അല്ലേ, പമ്പ്സ്, റോട്ടറി പ്രസ്സസ്, സർക്കുലർ സോഴ്സ്, എലിവേറ്റേഴ്സിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ DC ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ, ഓപ്ഷൻ ബി 3 phase സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ സി DC സീരീസ് മോട്ടർ, ഓപ്ഷൻ ഡി DC ഷണ്ട് മോട്ടർ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറാണ്. ഏതാണ്? DC ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറാണ്. കാരണം അതിനെന്താ പ്രത്യേകത? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്, അതുപോലെ എന്താണ്? ഹൈ വേരിയിങ് സ്പീഡ് വിത്തിൻ ലിമിറ്റ്സ് ആണ് അതിൻ്റെ പ്രത്യേകത. സോ നമുക്കതിന് സെൽഫ് അഡ്ജസ്റ്റബിൾ സ്പീഡാണ് ഓരോന്നിനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്തിട്ട് സ്പീഡ് ഡ്രൈവിംഗ് കംപ്രസേഴ്സിനെ ഡ്രൈവ് ചെയ്യാം, പ്രഷർ ബോളേഴ്സ്, ഡോർ ലിഫ്റ്റ്സ്, സർക്കുലർ പാസഞ്ചർ എലിവേറ്റേഴ്സിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? DC ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യാം. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 4, a 150 kilowatt electric motor has an efficiency of 90% when it's operated at full load. Calculate the losses in the machine. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു 150 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറിൽ എന്ത് തന്നിട്ടുണ്ട്? എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എത്രയാണ്? 90% എഫിഷ്യൻസിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫുൾ ലോഡിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോസ് കണ്ടുപിടിക്കാൻ എന്താണ്? ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആണ് അല്ലേ. അപ്പോൾ
അപ്പോൾ എഫിഷ്യൻസി പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ തന്നിട്ടുള്ളത്, നമ്മളുടെ അടുത്ത് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് ഔട്ട്പുട്ട്? 150 kW ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി 90% തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇൻപുട്ട് ഈക്വൽ ടു എന്താണ്? 150 ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടും. നിയർലി എത്രയാണ്? 166.66 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലോസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ലോസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? 166.66 മൈനസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 എന്ന് ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 16.66 kW എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എത്രയാണ്? 16.66 kW ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 5. Which of the following is not a type of motor starter? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് എ ടൈപ്പ്? ക്വസ്റ്റ്യൻ വായിക്കണം. ഏതാണ് നോട്ട് എ ടൈപ്പ് ഓഫ് മോട്ടോർ സ്റ്റാർട്ടർ ഏതാണെന്നാണ്. ഓപ്ഷൻ എ 2 point സ്റ്റാർട്ടർ, ഓപ്ഷൻ ബി 3 point സ്റ്റാർട്ടർ, ഓപ്ഷൻ സി 4 point സ്റ്റാർട്ടർ, ഓപ്ഷൻ ഡി 1 point സ്റ്റാർട്ടർ. ഇതിൽ നിന്ന് നമുക്കറിയാം, നമ്മൾ ഡി സി മെഷീൻസ് പഠിക്കുമ്പോൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടേഴ്സ് പഠിക്കുമ്പോൾ 2 point ഉണ്ട്, 3 point ഉണ്ട്, 4 point ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1 point സ്റ്റാർട്ടർ ഉണ്ടോ അതിനകത്ത്? ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സാധാരണ ഡി സി മോട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ, 3 point സ്റ്റാർട്ടർ ആണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 point സ്റ്റാർട്ടർ ഇതിലില്ല. അപ്പോൾ ഏതാണ് നോട്ട് എ ടൈപ്പ് ഓഫ് മോട്ടോർ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 point സ്റ്റാർട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. In DC machine, fractional pitch winding is used to. അതൊരു DC മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡി സി മെഷീനകത്ത്? ഓപ്ഷൻ എ ഇംപ്രൂവ് കൂളിംഗ്, ഓപ്ഷൻ ബി റെഡ്യൂസ് കോപ്പർ ലോസസ്, ഓപ്ഷൻ സി ഇൻക്രീസ് ദ ജനറേറ്റഡ് EMF, ഓപ്ഷൻ ഡി റെഡ്യൂസസ് ദ സ്പാർക്കിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്പാർക്കിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഓവർകം ദ സ്പാർക്കിംഗ്. മോട്ടറിലുള്ള സ്പാർക്കിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് യൂസ് ചെയ്യാറുള്ളത്. അതറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? റെഡ്യൂസസ് എന്താണ്? ദ സ്പാർക്കിംഗ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Question number 7. The speed regulation of a motor falls from 1100 rpm at no load to 1050 rpm at rated load. The speed regulation of the motor is. എന്താണ് തന്നിട്ടുള്ളത്? ഒരു സ്പീഡ് റെഗുലേഷൻ, മോട്ടറിൻ്റെ സ്പീഡ് റെഗുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാൾസ് ഫ്രം ഏതൊക്കെയാണ് സ്പീഡ്? 1100 rpm അറ്റ് നോ ലോഡ്. നോ ലോഡിൽ എത്രയാണ്? 1100 rpm ആണ്. അത് റൈറ്റഡ് ലോഡിൽ എത്രയാണ്? 1050 ആണ്. അപ്പോൾ കറക്റ്റ് എന്താണ്? മോട്ടറിൻ്റെ സ്പീഡ് റെഗുലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? നോ ലോഡിലുള്ളത് 1100 rpm തന്നിട്ടുണ്ട്. ഫുൾ ലോഡിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 1050 rpm ആണ്. അപ്പോൾ സ്പീഡ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്പീഡ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല NR ഈക്വൽ ടു എന്താണ്? നോ ലോഡ് സ്പീഡ് മൈനസ് ഫുൾ ലോഡ് സ്പീഡ് ബൈ ഫുൾ ലോഡ് സ്പീഡ്. പഠിച്ചിട്ടുണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇൻറ്റു 100. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സ്പീഡ് റെഗുലേഷൻ്റെ ഫോർമുല എന്താണ്? നോ ലോഡ് സ്പീഡ് മൈനസ് ഫുൾ ലോഡ് സ്പീഡ് മൈനസ് എന്താണ്? ഫുൾ ലോഡ് സ്പീഡാണ് ഡിവൈഡഡ് ബൈ ഫുൾ ലോഡ് സ്പീഡാണ് ഇൻറ്റു 100. അപ്പോൾ ഇവിടുത്തെ നോ ലോഡ് സ്പീഡ് പറഞ്ഞാൽ 1100 മൈനസ് 1050 ഡിവൈഡഡ് ബൈ 1015 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിയർലി 4.76% കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 4.76%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്ത് നമ്മൾ പഠിച്ചിരിക്കണം? സ്പീഡ് റെഗുലേഷൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. സ്പീഡ് റെഗുലേഷൻ്റെ ഫോർമുല എത്രയാണ്? നോ ലോഡ് സ്പീഡ് മൈനസ് ഫുൾ ലോഡ് സ്പീഡ് ബൈ എന്നാണ്? ഫുൾ ലോഡ് സ്പീഡ് ഇൻറ്റു 100. ഓർത്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് നന്നായി പഠിച്ചു തന്നെ പോകണം. Question number 8. Current drawn by 220 volt DC motor whose armature resistance 0.5 ohm and back EMF 180 volt is. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കറണ്ട് ഡ്രോൺ ബൈ, കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് DC മോട്ടറിലെ ആർമേച്ചർ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 ആണ്. ബാക്ക് EMF തന്നിട്ടുണ്ട് 180 വോൾട്ട് ആണ്. വോൾട്ടേജും തന്നിട്ടുണ്ട് 220 വോൾട്ട്. സോ നമുക്ക് എന്താണ്? IA കണ്ടുപിടിക്കാം.
കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? വോൾട്ടേജ് V ഈക്വൽ ടു EB പ്ലസ് IARA ആണ് അല്ലേ? അപ്പോൾ IA ഈക്വൽ ടു എന്ത് കിട്ടും? 40/0.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? IA കിട്ടും. സോ IA ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 18 amps. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് കണ്ടില്ലേ? അതേപോലെ തന്നെയാണ്, വളരെ എളുപ്പമാണ്. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമുക്ക് എന്താണ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കറക്റ്റ് ആൻസർ എത്രയാണ്? 18 ആംപിയർ ആണ്. Question number 9. DC shunt motor application involves. താഴെ തന്നിട്ടുള്ളതിൽ നമ്മൾ DC shunt motor ഏതിലാണ് applicable ആയിട്ടുള്ളത്? ഓപ്ഷൻ എ മെഷീൻ ടൂൾസ്, ഓപ്ഷൻ ബി ഹോയിസ്റ്റ്, ഓപ്ഷൻ സി ക്രെയിൻസ്, ഓപ്ഷൻ ഡി ട്രെയിൻ. ഏതിലാണ് നമ്മൾ DC shunt motor യൂസ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഇത്? ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ടോർക്ക് എങ്ങനെയാണ് വേരി ചെയ്യുക? നിയർലി ആസ് ദി കറൻറ്റ്. സോ ഇവിടെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൈൻ ഷാഫ്റ്റിൽ, ലേറ്റ് മെഷീനിൽ, കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ടുള്ള ഹെഡ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, ഫാൻസ്, വുഡ് വർക്കിംഗ് മെഷീൻ, റെസിപ്രോസിറ്റി പമ്പ്, ലോണ്ടറി വാഷിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡേഴ്സ്, സ്മാൾ പ്രിൻറ്റിംഗ് പ്രസ്, അതുപോലെയുള്ളതിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ DC ഷണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇതിലാണ് യൂസ് ചെയ്യുന്നത്? അതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഷീൻ ടൂൾസിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇതിലാണ് മെഷീൻ ടൂൾസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 10. Thermal overload relay is provided in a starter to protect the motor against. അതായത് നമ്മൾ മോട്ടറിൽ DC മോട്ടർ എടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2 point 3 point 4 point സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സ്റ്റാർട്ടേഴ്സിലൊക്കെ നമ്മൾ എന്താണ് കുറേ കോമ്പോണൻസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെർമൽ ഓവർലോഡ് റിലേ സ്റ്റാർട്ടറിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ എക്സിസ് കറന്റ്, ഓപ്ഷൻ ബി ലോ വോൾട്ടേജ്, ഓപ്ഷൻ സി ഷോർട്ട് സർക്യൂട്ട്, ഓപ്ഷൻ ഡി ഓപ്പൺ സർക്യൂട്ട്. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? തെർമൽ ഓവർലോഡ് റിലേ എന്ന് പറയുന്ന ആള്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ എക്സിസ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ലോ വോൾട്ടേജ്, ഓപ്ഷൻ സി ഷോർട്ട് സർക്യൂട്ട്, ഓപ്ഷൻ ഡി ഓപ്പൺ സർക്യൂട്ട്. സോ തെർമൽ ഓവർലോഡ് റിലേ ഈസ് പ്രൊവൈഡ് ഇൻ എ സ്റ്റാർട്ടർ ടു പ്രൊട്ടക്ട്. എന്തിനായിരിക്കും അത്? ഷോർട്ട് സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഷോർട്ട് സർക്യൂട്ടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ ഓർ 3 phase മോട്ടർ. ഇറ്റ് ഈസ് പ്രൊവൈഡ് ഇൻ എ സ്റ്റാർട്ടർ ടു പ്രൊട്ടക്ട് ദ മോട്ടർ അഗെയിൻസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓവർ കറൻറ്റിന് അല്ലേ? പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഓവർ കറന്റ്. അതുകൂടാതെ എന്താണ്? ഇറ്റ് ആൾസോ പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഡാമേജ് ഡ്യൂറിങ് എ ഫേസ് ലോസ് എന്നും അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ടിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഏത്? തെർമൽ ഓവർലോഡ് റിലേ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോ പാർട്ടുകളും പഠിച്ചു വെക്കണം അല്ലേ? ഏതൊരു ഇതെടുത്താലും എന്താണ് സ്റ്റാർട്ടേഴ്സ് എടുത്താലും അതിൻ്റെ പാർട്സുകളും ഒക്കെ സർക്യൂട്ട്സ് ഒക്കെ ഒന്ന് വരച്ച് പോവുക. അപ്പോൾ നന്നായി അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.